ഈ വിവാഹം നടന്നാലല്ലേ നിങ്ങൾക്ക് എന്റെ മകളുടെ പേരിലുള്ള സ്വത്ത് കിട്ടൂ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. പത്മാവതി, അതെ, എനിക്കിപ്പോ ഒരാളെ കൊല്ലാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. നീ വെറുതെ എന്നെ കൊണ്ടത് ചെയ്യാൻ നിർബന്ധിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോ. നിങ്ങൾക്ക് വേണ്ടത് സ്വത്തുക്കളല്ലേ? ഞാനത് നിങ്ങൾക്ക് എഴുതി തരാം. നിങ്ങൾ എന്റെ മകളെ ഒന്ന് വെറുതെ വിട്. അവളെ വെറുതെ വിട്ടാ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എന്തോ പത്മാവതി, നീ നിന്റെ പുതിയ അടവൊന്നും എന്റെ അടുത്ത് എടുക്കരുതേ. അതൊന്നും ഇവിടെ ഏക്കില്ല. ഞാനേ റിസ്ക് ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വിവാഹം, അതുവഴി സ്വത്തുക്കളും. എന്റെ പ്ലാനിങ്ങിലെ ആർക്ക് വേണ്ടിയും ഒരു മാറ്റവും ഉണ്ടാവില്ല. അമ്മേ, അമ്മേ, വാമോനെ. എടാ, ദിവ്യയും കുഞ്ഞും അവര് സേഫ് ആയിട്ട് അടുത്ത റൂമിൽ തന്നെ ഉണ്ടമ്മേ. ആ ദേ നിന്റെ അമ്മായി. ആഹാ, ഹായ് അമ്മായി. ഹായ് പറയാതെ വിവാഹത്തിന് അനുഗ്രഹം മേടിക്കടാ. ഓ സോറി അമ്മായി. അതെ, അമ്മായിയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അമ്മായി എന്നെ അനുഗ്രഹിക്കണം. ഋതിക ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. നീ നിന്റെ അമ്മയും ഒരു കാലത്തും ഗുണം പഠിക്കില്ലടാ. ദേ, എന്നെ പറഞ്ഞാ ഞാൻ പോട്ടേന്ന് വെക്കും. എന്റെ മുന്നിൽ വെച്ച് എന്റെ മകനെ നീ ശപിച്ച നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ദീപക്കേ, ഇവളുടെ ഫോൺ എടുത്ത് നിന്റെ എന്തോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഡിലീറ്റ് ചെയ്യടാ. ഇവന്റെ ഫോൺ എവിടെ? അയ്യോ, ഇത് ലോക്കാണല്ലോ അമ്മേ. ഇനി അത് എങ്ങനെ തുറക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? ബലം പിടിക്കാതെ അമ്മായി. കഴിഞ്ഞമ്മേ. ആ അമ്മേ, ലേറ്റ് ആവുന്നു. ഈ ചെക്കൻ്റെ ഒരു ധൃതി. ഒന്ന് പോവാമ്മേ. പത്മാവതി, പത്മാവതി, ഞങ്ങൾ ഇറങ്ങുവാ. ദേ, ബലം പിടിച്ച് കയറ് പൊട്ടിക്കാനൊന്നും ശ്രമിക്കണ്ട. നടക്കില്ല കേട്ടോ. ഡോ, താനിവിടെ ഉണ്ടാവണം. ശരി മാഡം. തൽക്കാലം ഇവളെ ഒന്നും ചെയ്യണ്ട. വിവാഹം കഴിഞ്ഞ് ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എങ്കി ഞങ്ങൾ ഇറങ്ങട്ടെ പത്മാവതി. നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങിയിരിക്കണം, മനസ്സിലായല്ലോ? ദീപക് ഋതികയുടെ കഴുത്തില് താലി കെട്ടി കഴിയുമ്പോ ദേ ദേ ഇവന്റെ ഫോണിലേക്ക് ഞാൻ രണ്ടാളുടെയും ഫോട്ടോ അയച്ചുതരാം. മാഡത്തിന് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. ശരി മാഡം. ആ അമ്മായി ബൈ. വാടാ. ദാ പിടിക്ക്. അകലെ